വാക്ക്, പ്രവൃത്തി, വിശ്വാസം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഒരു പവറാണല്ലേ. മനുഷ്യന്മാരൊരു പവറാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം തന്നെ കടം വാങ്ങുന്ന ആളുകളാണ്. കടമില്ലാത്ത പ്രത്യേകിച്ച് പ്രവാസികൾ കുറവാണ്. നമ്മളൊരാളെടുത്ത് നിന്ന് ഒരു 100 ദിർഹംസ് കടം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ 500 ദിർഹംസ് കടം മേടിക്കുമ്പോൾ നമ്മൾ അവനക്ക് ഒരു ഡേറ്റ് കൊടുക്കും. ഒരു 10-ാം തീയതി ഞാൻ തരടാ, 5-ാം തീയതി ഞാൻ തരടാ, അല്ലെങ്കിൽ 20-ാം തീയതി ഞാൻ തരടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കും. ശരിയല്ലേ? പക്ഷെ നമ്മൾ ആ ഡേറ്റിന് കറക്റ്റ് പൈസ തിരിച്ചു കൊടുക്കാറുണ്ടോ? പൈസ തിരിച്ചു കൊടുക്കാറില്ല. കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. ഇവിടെ നമുക്ക് പറ്റുന്ന ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൃത്യമായ ഒരു കൃത്യനിഷ്ഠതയോടുകൂടി പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കടങ്ങൾ ഒരുവിധമൊക്കെ പരിഹരിക്കാൻ പറ്റും. ഒരുവിധമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മളെ മനസ്സിനോട് തന്നെ പറയാം, ഞാൻ കടക്കാരനാണ്, 500 ദിർഹംസ് ഞാൻ ഓൾറെഡി ഒരാളടുത്ത് കടം മേടിച്ചിട്ട് ഇതിൻ്റെ ഡേറ്റിൽ കൊടുക്കണം. ആ ഒരു തോട്ട് എപ്പോഴും നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നിട്ട് അത് വീട്ടാനുള്ള പോംവഴിയിലേക്ക് കടക്കുക. ഞാൻ അതിനൊരു ചെറിയൊരു പോംവഴി ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കാം, ചിലപ്പോൾ ആളുകൾ അറിയുന്നവരായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കടങ്ങളെല്ലാം തന്നെ ഒരു നോട്ട് പാഡിലോ ഒരു കമ്പ്യൂട്ടറിലോ ഒരു ടെക്സ്റ്റ് ഒരു ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ 1000 ഉണ്ടാവും, 2000 ഉണ്ടാവും, 3000 ഉണ്ടാവും, 500 ഉണ്ടാവും, 100 ഉണ്ടാവും, 200 ഉണ്ടാവും. ചെറിയ ചെറിയ കടങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കൊടുത്ത് വീട്ടിൽ പോരുക. അപ്പോൾ 1, 2, 3 പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഗ്രീൻ ടിക്കറ്റ് വെക്കുക. എന്താണോ നിങ്ങളെ മൈൻഡിന് ആകർഷകമായിട്ടുള്ള കളറ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, റെഡ് ആണെങ്കിൽ റെഡ്, ഏത് കളറാണോ ആ കളറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരാണ്ട്. അല്ലാ, 1000 ഉണ്ടായിരുന്നു, എനിക്ക് 500 ഉള്ളൂ അല്ലേ, അല്ലെങ്കിൽ 10,000 ഉണ്ടായി, ഞാൻ 1000 ഓൾറെഡി കൊടുത്ത്, ഇനി 1000 ഉള്ളൂ അല്ലേ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് മൈൻഡ് വരും, ഒരു പോസിറ്റീവ് തോട്ട് വരും. നമ്മൾ ഏതിലേക്കാണോ നമ്മൾ തോട്ട് കൊടുക്കുന്നത് ആ തോട്ടിലേക്ക് നമ്മൾ കടന്നെത്തും, ഷുവറാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ തോട്ടിനനുസരിച്ചിട്ട് മൈൻഡിനെ പാകപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പൈസ കടം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ചിലർ 10-ാം തീയതി കൊടുക്കാണ്ടെങ്കിൽ നമുക്ക് തോന്നണം, 2-ാം തീയതി തോന്നണം 10-ാം തീയതി പൈസ കൊടുക്കാൻ പറ്റില്ല, എന്താ ചെയ്യുക, അവനെ വിളിച്ച് പറയാം, മുൻകൂട്ടി അവനെ വിളിച്ച് പറയാം, എടാ സുലൈമാനെ പൈസ കിട്ടിയിട്ടില്ലടാ, ഞാൻ എനിക്ക് 2 ദിവസം കൂടെ ഗ്യാപ്പ് വേണ്ട. അപ്പം നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മളോട് പെരുമാറുക. അതെല്ലാവരും കണ്ടിട്ട് 10-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതി കഴിഞ്ഞ് 15-ാം തീയതി ആയിട്ട് ഇവൻ്റെ കാശ് കാണാണ്ടാകുമ്പോൾ സുലൈമാൻ നമുക്ക് വിളിക്കും, എടാ കുഞ്ഞാപ്പോൾ ഈ പൈസ വാങ്ങിയ ആ കാശ് ഓർഡറോ അതൊന്ന് കൊണ്ടുവരുമോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിനിറ്റ് ഞാൻ തരടാ, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുക, വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിടക്കാൻ പറ്റില്ല. വിശ്വാസം അത് പവറാണ്. അത് ഏത് കാര്യത്തിലായാലും എന്താ പറയുക, അതൊരു പവറാണ്. അപ്പോൾ അത് കണക്കിലെടുത്തിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു ക്രമാതീതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.